എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. കുറച്ച് ആൾക്കാരും കൂടെ മരിച്ച് കാണണമെന്നുണ്ട്. അതിനുശേഷം മതി സമാധാനമൊക്കെ. ഇതാണിപ്പോ അവസാനം ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാറ് അതങ്ങനെ നീണ്ട് 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 നാളെ നീളെ എങ്ങനെ പോവാണല്ലോ. അപ്പോ അതില് അമേരിക്ക കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇറാനും പറ്റൂല, ഇറാൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്കക്കും പറ്റൂല. അപ്പൊ ആ സാഹചര്യത്തിലാണ് എനിക്ക് സമാധാനത്തിന്റെ ആവശ്യമില്ല, എനിക്ക് കുറച്ച് ആൾക്കാരും കൂടെ മരിച്ച് കാണണമെന്നുണ്ട്, എന്നിട്ടൊക്കെ മതി സമാധാനം എന്നുള്ളതാണ്. അപ്പോ പിന്നെ അടുത്ത ഭീഷണി വന്നത് ഇറാന് മേലെ ശക്തമായ ആക്രമണം നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ തിരിച്ചു പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിൽ മാത്രമായിരിക്കത്തില്ല യുദ്ധം നിലനിൽക്കുക, അതിനപ്പുറത്തൂടെ കുറച്ചും കൂടെ അങ്ങോട്ടും കൂടെ ഇത് വ്യാപിക്കുന്നതും കൂടെയുള്ള ഭീഷണി ഇറാന്റെ ഭാഗത്തുനിന്നും കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭീഷണി യുദ്ധം ഇതേ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലീഡർഷിപ്പിനെ കൊല്ലുന്ന കാര്യമായിരിക്കും മിക്കവാറും ട്രംപ് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇത്രയും കാലം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിലൊന്നും ഇവർക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഈ ലീഡർഷിപ്പിനെ കൊന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് ഒരാശയത്തെ ഇല്ലാതാക്കാനോ ഒരു കോൺസെപ്റ്റിനെ ഇല്ലാണ്ടാക്കാനോ പറ്റൂല എന്നുള്ളതാണ്. ആ ആശയങ്ങളുള്ളത് കുറെ മനുഷ്യരുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് മറ്റൊരാശയങ്ങൾ കൊണ്ട് അതിനെ നേരിടാൻ പറ്റുള്ളൂ, അല്ലാതെ ആയുധങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റൂല. അതായത് ലീഡർഷിപ്പ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ വേറൊരാള് അതിനെ റീപ്ലേസ് ചെയ്യും. ഈ റീപ്ലേസ്മെന്റ് കാലാകാലം നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അമേരിക്ക ലോകത്തിന് മുന്നിൽ ഇങ്ങനെ നാണം കെട്ടുകൊണ്ടേ ഇരിക്കുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ്. ഇതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രായേലില് 99% ആൾക്കാരും തന്നെ പിന്തുണക്കുന്നു. ഈ 5 വർഷത്തെ അമേരിക്കൻ ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ ഇസ്രായേലിൽ പോയി മത്സരിക്കും, അവിടുത്തെ പ്രധാനമന്ത്രി ആവുമെന്നാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ്. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 50 സ്റ്റേറ്റുകളാണല്ലോ അമേരിക്കയിലുള്ളത്. അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ അവര് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിനെ ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ താങ്ങി നിർത്തി ഇങ്ങനെ കൊഞ്ചിച്ച് വളരെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത് എല്ലാ സംരക്ഷണവും കൊടുത്ത് അവിടെ ഇങ്ങനെ നിലനിർത്തി ഇങ്ങനെ തെറ്റിപ്പോറ്റി പോരാണ് ഇപ്പൊ അമേരിക്ക. നമുക്കറിയാലോ. അതായത് ഈ പറയുന്ന ഏപ്രിൽ 8-നാണെന്ന് തോന്നുന്നു ഈ വെടിനിർത്തൽ നിലവിൽ വന്നത്, സീസ് ഫയർ വന്നത്. അപ്പൊ അതിനുശേഷം മിഡിൽ ഈസ്റ്റിലോട്ട് ആയുധങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അങ്ങോട്ടേക്ക് ആയുധങ്ങൾ കൊണ്ടുപോകാനോ എത്തിക്കാനോ പറ്റൂല. ഒന്നാമത് സൗദി കുറച്ച് ഇടഞ്ഞു നിൽക്കുകയാണ്. ആകെ സപ്പോർട്ട് ചെയ്യുന്നത് UAE മാത്രമാണ്. എന്നാൽ UAE സപ്പോർട്ട് ചെയ്തുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ പോയിട്ട് ഫുജൈറ പോർട്ടും UAE-ന്റെ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ അറ്റാക്ക് ചെയ്ത് തകർക്കും കൂടെ ചെയ്യുന്നുള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് ഈ സാധനങ്ങളും കൊണ്ട് വല്ലാണ്ട് അങ്ങ് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോ അത്യാവശ്യത്തിനുള്ള ആയുധങ്ങളും അത്യാവശ്യത്തിനുള്ള വിമാനങ്ങളും പടക്കോപ്പുകളും വെടിമരുന്നെല്ലാം കൊണ്ടുവന്ന് നിർത്തി വെച്ചേക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിലാണെന്നുള്ളതാണ്. അതിന് പ്രത്യേക അനുമതിയുടെ ആവശ്യമോ ആൾക്കാരുടെ അടുത്ത് നിന്ന് ഏതെങ്കിലും പ്രത്യേക ഒരു അനുമതി, രാജ്യത്തിന്റെ അനുമതി ഒന്നും ആവശ്യമില്ല. അതായത് നേരെ അങ്ങ് ചെല്ലി അവിടെ ഇട്ട് പോരാ, അത്രേ ഉള്ളൂ. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്ന അതേ ലാഘവത്തോടു കൂടെ ഇവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോഴാണ് 99% ആൾക്കാർ തന്നെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് പറഞ്ഞത്. അതായത് ഇപ്പോ ഈ ഇസ്രായേലികൾ ഇപ്പൊ നിങ്ങളെ വല്ലാണ്ട് താങ്ങി നിർത്തി കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, ഒരു 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 സന്ദർഭത്തില് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ സൂപ്പർ പവർ നഷ്ടപ്പെടാന്ന് വിചാരിക്കുക, നിങ്ങളെ കണ്ട ഭാവം നടിക്കൂല ഇവന്മാര് എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിൽ ഇപ്പൊ സൂപ്പർ പവർ ആയിട്ട് നിൽക്കുന്നു, നിങ്ങളുടെ കയ്യിൽ നല്ല വെപ്പൺസ് ഉണ്ട്, നിങ്ങൾക്ക് വേൾഡിൽ ഒരു സേ ഉണ്ട്, ഡോളറിലാണ് എല്ലാ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് കൊണ്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ പറയുന്നത് അവര് തൊടാതെ വിഴുങ്ങുന്നു. ഈ പരിപാടി അവിടെ നടക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിന്റെയും ഈ ജൂതന്മാരുടെയും ഒരു പരിപാടി എന്ന് പറയുന്നത് അവര് അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ചെറിയ പരിപാടി അവർക്കുണ്ട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും, അത്രേ ഉള്ളൂ. അത് ഇപ്പൊ നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. നാളെ വേറെ ആൾക്കാരായാൽ വേറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് 99% ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നു ചെന്നിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലണ്ട. പിന്നെ ജൂതനല്ലാത്ത ഒരാളെ അവിടെ അവർ തെരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർലി ഭയങ്കര ഡൗട്ട്ഫുൾ ആണ് ആ പരിപാടി എന്നാണ്. ചിലപ്പോൾ ട്രംപിനെ തെരഞ്ഞെടുത്തു എന്ന് വരാൻ കേട്ടോ. കാരണം ട്രംപ് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ പറ്റിയ ഒരാൾ തന്നെയാണ്. നെതന്യാഹുവിനും അതേപോലെ തന്നെ ഈതാമിർ ബെൻഗവീർ പോലെയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ട്രംപ്. ട്രംപിനെ പറ്റിക്കൊള്ളണം എന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തൊന്ന് നിലനിർത്തി പോരാനും സാധ്യതയുണ്ട്.
ട്രംപ് വന്നപ്പോഴാണല്ലോ ഈ പറയുന്ന ജെറുസലേമിലേക്ക് ഇവരുടെ ഈ എന്താ പറയാ കോൺസുലേറ്റ് മാറ്റുന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ട്രംപിന് നല്ല ജനപ്രീതി അവിടെ ഉണ്ടായേക്കാം. അതും കുറച്ച് ഫാർ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെടുത്ത് അവിടുത്തെ ഈ പറയുന്ന മനുഷ്യത്വമുള്ള ഓർത്തഡോക്സ് ജൂതന്മാരുടെ ഇടയിൽ നിന്ന് അത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതായത് ഈ പറയുന്ന അധിനിവേശ രാഷ്ട്രം അവിടെ സ്ഥാപിക്കുന്നതിന് മുന്നേ അവിടുത്തെ മനുഷ്യരും അറബികളൊക്കെ ആയിട്ട് ഇടപഴകി ജീവിച്ചു പോകുന്ന ഒരു കൂട്ടം ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവർക്കാണെന്നുണ്ടെങ്കിൽ ഇയാൾ ചിലപ്പോൾ ഒരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഹിത്താമിർ ബെൻ കവീർ സമൂദ് ഫ്ലോട്ടിലുള്ള ആ ആൾക്കാരെ ഡീറ്റെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് നരകത്തിലേക്ക് സ്വാഗതം എന്നുള്ളതാണ്. ലിറ്ററലി അതൊരു നരകം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അത് നരകമായിട്ട് മാറുന്നത് ആ രാജ്യം അവിടെ ഒരു നരകമാണെന്നുണ്ടെങ്കിൽ കൂടെ അതിന്റെ ചുറ്റുപുറമുള്ള ആൾക്കാർക്കും കൂടെ ആ നരകത്തിന്റെ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആളുകൾക്കും അത് നരകം തന്നെയാ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആകാശത്ത് കൂടെ ഒരു കിളി പറന്നു പോയ അപ്പൊ തന്നെ സൈറൻ മുഴങ്ങും, എല്ലാ സാധനങ്ങളും കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ട് ബങ്കറിലേക്ക് ഓടേണ്ട അവസ്ഥയാ. ബങ്കറിലോട്ട് പോകുന്നത് തിരിച്ചു വരുന്നു, വീണ്ടും ബങ്കറിലോട്ട് പോകുന്നത് തിരിച്ചു വരുന്നു. ഇതെല്ലാം അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇത് ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഇതൊരു എൻജോയ് ചെയ്യുമായിരിക്കും, പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് കൂടി വന്നപ്പോഴാണ് ഒരു സീസ് ഫയറിലോട്ട് പോകുന്നത്. മറ്റേത് ഇറാൻ ആക്രമിച്ച് മൊത്തത്തിൽ തകർന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് അതേ നിർത്തി, നമ്മൾ അടി നിർത്തി, ഇനി നമുക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് ട്രംപ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരുന്ന അല്ലെ ഇപ്പൊ ട്രംപിൻ്റെതായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട 2 പ്രസ്താവനകൾ ഇതൊക്കെയാണ്. എനിക്ക് സമാധാനം വേണമെന്നൊന്നുമില്ല, ഇറാനിൽ കുറച്ച് ആൾക്കാരും കൂടെ കൊല്ലപ്പെട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്, അതും കൂടെ പൂർത്തിയായിട്ട് മതി, സമാധാന കരാറിലോട്ടൊക്കെ പതുക്കെ പോയാൽ മതി എന്ന് പറയും. എന്നാൽ അമേരിക്കൻ കോൺഗ്രസിൽ പോയിട്ട് പറയുന്നു ഇറാനുമായിട്ട് ഇപ്പൊ യുദ്ധമൊന്നും നടത്തുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറയുന്നു ഇറാന് ശക്തമായ ആക്രമണത്തിലേക്ക് ഞങ്ങൾ പോകും, ഞങ്ങൾ കൊടുത്ത കരാറുകൾ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പുറത്ത് വേറെ സ്ഥലത്ത് എന്നിട്ട് പറയും ഇസ്രായേലിലെ 99% ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 വർഷത്തെ അമേരിക്കയുടെ ഭരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ ഇസ്രായേലിലോട്ട് പോകും, ഇസ്രായേലിലോട്ട് പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയാവും. ഇതാണ് ഈ ഇന്നലേക്കായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്.